1995 ശിവഗിരി മഠത്തിലെ പോലീസ് നടപടിയിൽ അതിക്രമം നടന്നിട്ടില്ലെന്നും ജനക്കൂട്ടം അക്രമാസക്തമായപ്പോഴാണ് പോലീസ് നടപടി വേണ്ടി വന്നതെന്നും വ്യക്തമാക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടാണിത്. 407 പേജുകളുള്ള റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ശിവഗിരിയിലെ പോലീസ് നടപടി കോടതിയുടെ നിർബന്ധം മൂലമായിരുന്നുവെന്ന AK ആന്റണിയുടെ വാദങ്ങളെ ശരിവയ്ക്കുന്നതാണ്. റിപ്പോർട്ട് നേരത്തെ തന്നെ നിയമസഭയുടെ വെബ്സൈറ്റിൽ ലഭ്യമായിരുന്നു. അതിനിടെ മുൻ മുഖ്യമന്ത്രി AK ആന്റണിയെ പിന്തുണച്ച് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ രംഗത്തെത്തി. ആ ഗവൺമെൻറ്റിന് മാത്രമല്ല, ഏത് ഗവൺമെൻറ്റിനും അന്ന് അതേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. കാരണം വിധി നടപ്പിലാക്കണമെന്ന കോടതിയുടെ നിർദ്ദേശം അത് നടപ്പിലാക്കിയില്ല എങ്കിൽ കോർട്ട് അലക്ഷ്യമാകും. ആ ഒരു സാഹചര്യത്തിലായാണ് അന്നത്തെ ഗവൺമെൻറ് അത് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. നിയമസഭയിലെ ചർച്ചയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം പറയാനില്ലെന്നും ശിവഗിരിയെ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്നും പറഞ്ഞാണ് സ്വാമി സച്ചിദാനന്ദ സംസാരം അവസാനിപ്പിച്ചത്. പക്ഷേ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിക്ക് ഭിന്നാഭിപ്രായമാണ്. ഒരു നരനായാട്ട് തന്നെയായിരുന്നു. പക്ഷേ 2001 ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി വരികയും ആദ്യമേ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. എത്ര ഖേദം പ്രകടിപ്പിച്ചാലും ശിവഗിരിയിൽ നടന്ന ശിവഗിരിക്കേറ്റ മുറിവ്, ഗുരുദേവ വിശ്വാസികൾക്കേറ്റ മുറിവ് ഒരിക്കലും ഉണങ്ങുന്നതല്ല. 30 വർഷമാകുമ്പോഴും ശിവഗിരിയിലെ പോലീസ് നടപടി രാഷ്ട്രീയ കേരളത്തിൽ തീർപ്പില്ലാത്ത വിഷയമായി അവശേഷിക്കുകയാണ്. TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.